ഇപ്പോൾ ആദ്യോ ഇന്നലെ തികച്ചും ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് കളക്ടർക്കും ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തു. ഇന്നലെ DMOയും DHSും എൻക്വയറി നടത്തും. ഇന്ന് മെഡിക്കൽ കോളേജ് പോലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ ടീം അന്വേഷണം നടത്തി എൻക്വയറി കഴിഞ്ഞ് ഇപ്പോൾ എൻക്വയറി പൂർത്തിയായി പോയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുകയാണ്. ഇനി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പം നമുക്കിനി അടുത്ത കുട്ടിയുടെ മൃതശരീരം ഇൻക്വസ്റ്റ് ചെയ്യണം. ബാക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് അത് നമ്മൾ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് ആശയവിനിമയം നടത്തി വരികയാണ്. അത് എത്രയും വേഗം ചെയ്ത് ബാക്കി നടപടി കിടക്കണമെന്ന്. ഈ RDO ആയിട്ടുള്ള അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഇൻക്വസ്റ്റ് എന്റെ നേതൃത്വത്തിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് രാവിലെ തന്നെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്നു. അപ്പോൾ പ്രതിഷേധം കൊണ്ടും കുടുംബാംഗങ്ങളെ വില്ലിങ്നെസ് ഇല്ലാത്തതുകൊണ്ടും നടന്നില്ല. ഇനി അവര് വില്ലിങ്നെസ് ഇതുവരെ ആയിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലിങ്നെസ് കിട്ടിയാൽ നമുക്ക് ബാക്കി നടപടിയിലേക്ക് കിടക്കാം. എന്തായാലും അതറിയാം, അത് പറയേണ്ടതാണ് ഞാനല്ല. അത് മെഡിക്കൽ എൻക്വയറി നടന്ന ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. എന്തായാലും ആരോപണ വിധേയമായെന്നുള്ള നിലയ്ക്ക് സർക്കാർ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സസ്പെൻഷൻ നടന്നിരിക്കുന്നത്. അതായത് അത് വീഴ്ച ഉണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണം കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനിയിപ്പം കുട്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം ഡോക്ടറേറ്റ് സംസാരിച്ചപ്പോൾ കൂടുതൽ ഇത് നടപടി വൈകുന്തോറും നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റും ബാക്കി പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ മറ്റു കാര്യങ്ങളിലേക്ക് അറിയാൻ കഴിയും. ടെക്നിക്കലായിട്ട് പറയാൻ ഞാൻ ആളല്ല. നിലവിൽ ബന്ധുക്കൾ സംതൃപ്തരാണ് ഈ നടപടിയിൽ എന്നാണ് അറിയിക്കുന്നത്. അതായത് സഹകരിക്കാൻ തയ്യാറെന്നാണ്. അതെ, അവര് മകനും ബാക്കി പിന്നെ അവര് കുറച്ച് റിലേറ്റീവ്സായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവരുടെ എന്തായാലും എല്ലാ ആൾക്കാരുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇന്നലെ കൂടിയ ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ആദ്യഘട്ടമായി സ്ഥലം മാറ്റി ഇപ്പം സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. അതിലവർ സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉന്മേഷ്, എന്തായാലും RDO രാവിലെ മുതൽക്ക് തന്നെ സ്ഥലത്തുണ്ട്. അദ്ദേഹം വരുന്ന വാഹനം ഉൾപ്പെടെ പ്രതിഷേധക്കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ RDO സൂപ്രണ്ടുമായി സംസാരിച്ചു. തുടർന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യവകുപ്പ് ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത് സംതൃപ്തരാണ് എന്നുള്ളതാണ്. നടപടിയിൽ സംതൃപ്തരാണ്. ഇനി സഹകരിക്കും, സർക്കാരുമായും ആരോഗ്യവകുപ്പുമായും ആശുപത്രി അധികൃതരുമായും RDOയുമായും സഹകരിക്കുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്, ഈ നേരത്തെ കുടുംബം പ്രതികരിക്കുന്നുണ്ടായിരുന്നല്ലോ റിനു, ഇതിനോട് സഹകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി അടിയന്തരമായ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണല്ലോ. പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഇപ്പോൾ അവസാനിക്കുകയാണല്ലോ റിനു. തീർച്ചയായും ഇപ്പോൾ AKS ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ വലിയ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിരഞ്ജനയുടെ അമ്മയാണല്ലേ? അല്ല, ബിനിലിന്റെ അമ്മയാണ്. എന്താണ് ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു നടപടികളിലേക്ക് സർക്കാർ പോയിരിക്കുകയാണ്? സന്തോഷമുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ഈ ജനങ്ങളെല്ലാം കൂടി നമുക്ക് കിട്ടിയ ഒരു സസ്പെൻഡ് നീതിയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതെന്താണെന്ന് നോക്കി പിന്നോട്ട് മുകളിലോട്ടുള്ള കേസുമായി മുന്നോട്ട് പോകും. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. പക്ഷെ ഇനിയെങ്കിലും ഇവിടെ അവർ പ്രവർത്തിക്കരുത്. ഇനിയുള്ള ബാക്കിയുള്ളതെല്ലാം എത്ര എണ്ണം ഇവിടെ ഈ ആശുപത്രിയിൽ നിന്ന് പോയെന്നറിയാം, വേറെ ആശുപത്രികളിൽ. അപ്പൊ ഇവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് ഇവർക്കും പറയാനുള്ളത്, ഈ ഡോക്ടർക്കെതിരെ നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ആരോപണങ്ങളും ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചയും. എന്തായാലും അതിശക്തമായിട്ടുള്ള ആ ഒരു നടപടികളിലേക്ക് തന്നെ പോയിരിക്കുന്നു ആരോഗ്യവകുപ്പ്. ആദ്യഘട്ടത്തിൽ അവരെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഇതാ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിലേക്ക് പോയിരിക്കുന്നു. ഇനി ഈ കുഞ്ഞിന്റെ പിതാവ് ബിനിൽ ഡോക്ടറുമായി സൂപ്രണ്ടുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് കഴിഞ്ഞ
1.5 ദിവസത്തോളമായി ഈ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരുന്നത്. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നെത്തിയ ജനങ്ങളാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം BJPയും അതുപോലെ തന്നെ DYFIയും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകരും ഇവിടെ പ്രതിഷേധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഒടുവിൽ ഇവർക്ക് നീതി ലഭിച്ചിരിക്കുന്നു, ആ കുഞ്ഞിന് നീതി ലഭിച്ചിരിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യയുടെ നേതൃത്വത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത ബന്ധുക്കൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങും. ഉന്മേഷ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.